എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും മേക്സ് വിൻഡോസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ട്യൂബർകുലോസിസ് നിർമ്മാർജ്ജനം ചെയ്യാൻ നാഷണൽ ഹെൽത്ത് മിഷൻ സ്ഥാപിച്ചിരിക്കുന്ന ആശുപത്രിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പരിസരവാസികൾക്ക് ക്ഷയം പടർന്നു പിടിക്കുമോ എന്ന ഭയപ്പാടിലാണ് ഇവിടെയുള്ളവർ. ഇവിടെ വരുന്ന രോഗികൾ അവരുടെ മാസ്ക് ആശുപത്രി പരിസരത്തും റോഡ് സൈഡിലും ഉപേക്ഷിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഭാഗത്ത് തുടർച്ചയായും 2 തവണ വേനൽ മഴ പെയ്തതിനാൽ കുറേ മാസ്കുകൾ ഒലിച്ചു പോയിട്ടും ഉണ്ട്. ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എത്രമാത്രം ആപത്തു വരുത്തും എന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം. ഞാൻ ഇവിടുത്തെ ഒരു പരിസരവാസിയാണ്. അതിനാൽ ദിവസവും ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മാസ്കിൻ്റെ എണ്ണത്തിൽ വർധനവാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തുകൊണ്ടോ ഇത് കണ്ട് ഞാൻ പ്രതികരിക്കാതിരുന്നാൽ അത് നമ്മൾക്ക് ഓരോരുത്തർക്കും ദോഷമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ പ്രവൃത്തി ചെയ്തവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം: രോഗം പടരാതിരിക്കാനാണ് നാം മാസ്ക് ധരിക്കുന്നത്. എന്നാൽ മാസ്കിൻ്റെ പുറം പാളിയിലെ രോഗാണുക്കൾ നശിക്കാതെ കിടക്കും, പ്രത്യേകിച്ച് ക്ഷയരോഗം. മാസ്കുകൾ ഈ പരിസരത്ത് ഇതുപോലെ വലിച്ചെറിഞ്ഞാൽ രോഗവ്യാപനത്തിനിടയാകുക മാത്രമേയുള്ളൂ, പ്രത്യേകിച്ച് ആ പരിസരത്ത് താമസിക്കുന്നവർക്ക്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതല്ലേയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു? ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്താലും നാളെ ഇവിടെ വരുന്ന ഒരു വ്യക്തിയെങ്കിലും ഈ മാസ്ക് ഇതുപോലെ കളയാതിരിക്കില്ല. എന്നാലും ഈ വീഡിയോ കണ്ട് ഈ പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയെങ്കിലും ഇനി ഈ പ്രവൃത്തി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ക്ഷയരോഗമുക്ത കേരളം എന്ന് പറയണമെങ്കിൽ അതിൽ പാലിക്കേണ്ട ഒരു പ്രവൃത്തിയാണ് മാസ്കുകൾ ഇതുപോലെ ആശുപത്രി പരിസരത്തും റോഡ് സൈഡുകളിലും വലിച്ചെറിയാതിരിക്കുക എന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഉപയോഗിച്ച മാസ്കുകൾ ഇനി കളയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ആശുപത്രിയിൽ അതിൻ്റേതായ സൗകര്യങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. പരമാവധി അത് ഉപയോഗിക്കാൻ നോക്കുക. ഈ വീഡിയോ മുഴുവൻ കാണാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി.